എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. ഇപ്പം നമ്മുടെ ഓണപ്പരീക്ഷ അടുത്ത് എത്തിയല്ലേ? 10ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട മുത്തുമണികളെ, നിങ്ങളുടെ ആദ്യത്തെ യൂണിറ്റിലെ മലയാളം ഫസ്റ്റിലെ ആദ്യത്തെ യൂണിറ്റിലെ 3ാമത്തെ പാഠഭാഗമായ പത്മരാജൻ സാറിൻ്റെ തിരക്കഥയായ തിങ്കളാഴ്ച നല്ല ദിവസം പഠിക്കാനുണ്ട്. മറന്നു പോകരുത് അല്ലേ? ആ ഒരു പാഠഭാഗത്തിന് ഓണപ്പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നത്. ഇപ്പം സിനിമയുടെ പേര് മാറാൻ പാടില്ല. തിങ്കളാഴ്ച നല്ല ദിവസം. തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറയുന്ന മറ്റൊരു മലയാള സിനിമ അവിടെയുണ്ട്. എൻ്റെ മക്കൾ അത് കണ്ടിട്ട് തിങ്കളാഴ്ച നിശ്ചയം എഴുതി പോയേക്കല്ല, തിങ്കളാഴ്ച നല്ല ദിവസം. ആരാണ് ആ സിനിമ സംവിധാനം ചെയ്തത്? നമ്മുടെ പത്മരാജൻ സാറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ തിരക്കഥയാണ് നമ്മൾക്ക് പഠിക്കാനുള്ള 1ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഓണപരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനു മുന്നേ നിങ്ങൾ എക്സാം വിന്നറിൻ്റെ 8ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട മുത്തുമണികളെ, നിങ്ങൾ ശക്തി ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, ഇതുവരെ ഈ ബാച്ചിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും വരണം. കാരണം എന്താണ്? ലൈവ് ക്ലാസ്സസ്, വർക്ക്ഷീറ്റ്സ്, റെക്കോർഡഡ് ക്ലാസ്, PDF ക്ലാസ്, ഇതൊക്കെ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. വെറും 2499 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. നിങ്ങൾ ഉടനെ തന്നെ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആ ഒരു ബുക്ക് ഫീച്ചേഴ്സാണ്. ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് നിൽക്കുന്ന ബുക്ക് ഫീച്ചേഴ്സാണ്. ഇതൊക്കെ ഒന്ന് നോക്കി അടിപൊളിയായിട്ട് ഈ ബാച്ചിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, ഇന്ന് പെട്ടെന്ന് വായിച്ചു പോകാം. ചാപ്റ്റർ വൈസ് സിംപ്ലിഫൈഡ് നോട്ട്സ്, ചാപ്റ്റർ വൈസ് നോട്ട്സും കിട്ടും. പിന്നെന്താണ്? കൺസെപ്റ്റ്സ്, അപ്ലിക്കേഷൻസ്, ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് കൺസെപ്റ്റ്സ് മനസ്സിലാക്കി തരുന്ന ക്വസ്റ്റ്യൻസ് ആ പാക്കേജിലുണ്ട്. പിന്നെ ന്യൂ പാറ്റേൺ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ്, പുതിയ പാറ്റേണിൽ, നമുക്കറിയാം എക്സാം ഒക്കെ മാറി മാറി പുതിയ പാറ്റേണിൽ വരികയാണ്. അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ NCERT ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഒക്കെ കിട്ടും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാണ്. യൂണിറ്റ് ടെസ്റ്റ് ഫോർ ഓൾ ചാപ്റ്റേഴ്സ്, എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും യൂണിറ്റ് ടെസ്റ്റും നിങ്ങൾക്ക് ലഭ്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. പിന്നെന്താണ്? ഈ ബുക്ക് ഫീച്ചേഴ്സ് ഒന്ന് നിങ്ങൾ നേടിയെടുക്കുക. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ചോദ്യോത്തരങ്ങൾ കടന്നു പോകാം. നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത്. ഈ നിലപാട് സ്വീകരിക്കുന്നതിന് അമ്മയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാവാം? തിരക്കഥ വായിച്ച് കണ്ടെത്തി എഴുതുക. അല്ലേ മക്കളെ? ഈ തിരക്കഥ ഓർമ്മയില്ലേ? ഈ കഥ ഓർമ്മയില്ലേ? എന്താണ് ഈ കഥ? നമ്മുടെ ഈ ഒരു പാഠത്തിൻ്റെ അല്ലെങ്കിൽ ഈ സിനിമയുടെ അവസാനത്തെ ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള തിരക്കഥയായി തിങ്കളാഴ്ച നല്ല ദിവസം നിങ്ങൾക്ക് പാഠപുസ്തകത്തിൽ പഠിക്കാനുള്ളത്. അവധി ആഘോഷിക്കാൻ എത്തുന്ന മക്കൾ തറവാട്ടിലേക്കല്ലേ? അങ്ങനെ തറവാട്ടിലേക്ക് എത്തി. അമ്മക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ? ഹായ്, എൻ്റെ മക്കളൊക്കെ തറവാട്ടിൽ വന്നല്ലോ എന്ന് അമ്മക്ക് സന്തോഷമായി. പക്ഷേ ഈ മക്കൾ ഒരു കുബുദ്ധിയായിട്ടാണ് വന്നത്. അമ്മയോടൊപ്പം ജീവിതം ചെലവഴിക്കാൻ വേണ്ടി, അമ്മയെ സന്തോഷിക്കാൻ വേണ്ടി വന്നതാണോ? അല്ല. ആ വീടും പറമ്പും വിറ്റ് അതിൽ നിന്നും കിട്ടുന്ന പൈസയ്ക്ക് ഗോപൻ എന്തു വാങ്ങണം? ഇളയ മകൻ എന്തു വാങ്ങണം? ഫ്ലാറ്റ് വാങ്ങണം അല്ലേ? അതിനു വേണ്ടി തറവാട് വിൽക്കാനാണ് വന്നത്. അങ്ങനെ അമ്മ ഒരു ബാധ്യതയാണെന്ന് അറിയുകയും അമ്മയെ വൃദ്ധസദനത്തിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുന്നതാണ് ഈ കഥയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അവസാനം മനസ്സില്ല മനസ്സോടുകൂടി മക്കൾ തന്നെ ഒറ്റപ്പെടുത്തുന്നു. മക്കൾക്കാർക്കും എന്നെ വേണ്ട എന്ന അമ്മയുടെ ആ വിലാപ ഹൃദയവുമായി അമ്മ കാറിൽ കയറി വൃദ്ധസദനത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. അതാണ് കഥയുടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗം. അവസാനം അമ്മ ഈ കാറിൽ കയറുമ്പോൾ ആ പശുക്കുട്ടി അങ്ങ് തൊഴുത്തിൽ പറമ്പിൽ കെട്ടിയിട്ട് ആ പശുക്കുട്ടി കരയുന്നുണ്ട് അല്ലേ? അപ്പോഴാണ് അമ്മ മനസ്സിലാക്കുന്നത് മിണ്ടാപ്രാണിയായ ആ പശുക്കുട്ടിക്കുള്ള സ്നേഹം പോലും എന്നെ ഉപേക്ഷിച്ച എൻ്റെ മക്കൾക്കില്ലല്ലോ എന്ന്. അങ്ങനെ പേരക്കുട്ടി പറയുകയാണ് അമ്മൂമ്മയോട്, അമ്മൂമ്മേ അവിടെ എത്തി എന്നെ വിളിക്കണം കേട്ടോ. അമ്മൂമ്മ പറയുന്നുണ്ട്, ഇല്ല മോളെ, അമ്മൂമ്മ വിളിക്കില്ല എന്ന്. അതുമാത്രമല്ല, മക്കളോടും അമ്മ പറയുന്നുണ്ട്, ഇനി എന്നെ കാണാനായിട്ട് ആരും അവിടെ വരരുത് അല്ലേ? ജീവിതകാലം മുഴുവൻ പെറ്റിപ്പോറ്റി വളർത്തിയ തൻ്റെ മക്കൾ തന്നെ ഉപേക്ഷിക്കുന്നു എന്ന് അറിയുന്ന അമ്മയുടെ അവസ്ഥ. ഇന്നത്തെ കാലത്ത് മാതാപിതാക്കളെ ജോലിക്കു വേണ്ടി, വിദ്യാഭ്യാസത്തിനു വേണ്ടി, സുഖമായ ജീവിതത്തിനു വേണ്ടി, ആഡംബരത്തിനു വേണ്ടി, സുഖങ്ങൾക്കു വേണ്ടി ഉപേക്ഷിക്കുന്ന മക്കളോടുള്ള ഒരു വിമർശനം, ഒരു ചോദ്യമാണ് ഏത്? തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറയുന്ന ഈ പത്മരാജൻ്റെ സിനിമ എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ മുത്തുമണികൾ ഈ സിനിമ കണ്ടില്ലെങ്കിൽ യൂട്യൂബിൽ ഒന്ന് കാണും കേട്ടോ. യൂട്യൂബിൽ പല വീഡിയോയും കാണുന്നില്ലേ? അതിൻ്റെ ഇടയിൽ സിനിമയൊന്ന് കാണുക. നല്ല സിനിമയാണ്. മനുഷ്യ വികാരങ്ങളെക്കുറിച്ച്, മനുഷ്യബന്ധങ്ങളെക്കുറിച്ച്, സ്നേഹം, നന്മ, സഹിഷ്ണുത, കുടുംബ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട വ്യക്തിബന്ധം, ഇതൊക്കെയാണ് ഈ ഒരു കഥയിൽ അല്ലെങ്കിൽ ഈ ഒരു സിനിമയിൽ പറയുന്നത്.
സിനിമയുടെ അവസാനം എങ്ങനെയാണ്? ഈ അമ്മ വൃദ്ധസദനത്തിലെത്തുകയും ആ രാത്രി തന്നെ മരണപ്പെടുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം മക്കൾക്കൊരു മനംമാറ്റം സംഭവിക്കുന്നു. അമ്മയുടെ ഓർമ്മകളിൽ അവരാ വീട് വിൽക്കുന്നില്ല. അവസാനം എല്ലാവരും കൂടി ആ വീട്ടിൽ താമസിക്കുന്നു. അതാണ് ഈ കഥയുടെ അവസാനം എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്നും നിങ്ങളെ പാഠത്തിൽ പഠിക്കാനില്ല, മറിച്ച് അമ്മ കാറിൽ കയറി പോകുന്നത് വരെ നിങ്ങളെ പാഠഭാഗത്തിലുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഈ ചോദ്യം ഉത്തരം നോക്കാം. എന്താണ് ചോദ്യം? നിങ്ങൾ ആരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത്. എങ്ങോട്ട്? വൃദ്ധസദനത്തിലേക്ക് വരരുത്. ഈ നിലപാട് സ്വീകരിക്കുന്നതിന് അമ്മയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. നോക്കാം. നിങ്ങളാരും എന്നെ കാണാനായിട്ട് വരരുത് എന്ന അമ്മയുടെ കടുത്ത നിലപാട് മക്കളുടെ പ്രവൃത്തികളേൽപ്പിച്ച ആഴത്തിലുള്ള മുറിവിൽ നിന്ന് ഉടലെടുത്തതാണ് അല്ലേ? മക്കൾ അമ്മയെ ഉപേക്ഷിച്ചതിൻ്റെ മുറിവിൽ നിന്നാണ് അമ്മ ഇത്തരം വാക്കുകൾ പറയുന്നത്. അല്ലാതെ ഒരമ്മയെ ഭൂമിയിൽ ഒരു മക്കളോടും പറയില്ല എന്നെ കാണാൻ വരാൻ പാടില്ല എന്ന്. വീട് വിൽക്കാനും തന്നെ ഒരു ആശ്രമത്തിലേക്ക് മാറ്റാനുമുള്ള പദ്ധതികൾ മക്കൾ രഹസ്യമാക്കി വെച്ചത് ഒരു വഞ്ചനയായി അവർക്ക് അനുഭവപ്പെട്ടു അല്ലേ? സ്വാർത്ഥതയ്ക്കു വേണ്ടി വീട് വിൽക്കുകയും ആ വീട്ടിലെ ആ ഒരു കാര്യക്കാരെ അമ്മയെ വൃദ്ധസദനത്തിലേക്ക് പറഞ്ഞേക്കും ചെയ്യുന്ന മക്കളോടുള്ള ഒരു അമർഷം അമ്മയുടെ വാക്കുകളിൽ കാണാൻ സാധിക്കും. മക്കളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി തന്നെ ഒരു തടസ്സമായി കണ്ട് ഒഴിവാക്കുന്നു എന്ന തിരിച്ചറിവ് അവരെ വേദനിപ്പിച്ചു അല്ലേ? തന്നെ ഒരു അനാവശ്യ വസ്തുവായി മാത്രം മക്കൾ കാണുന്നു, അതുകൊണ്ട് എന്നെ ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്ന തിരിച്ചറിവിലാണ് അമ്മ പറയുന്നത് എന്നെ കാണാൻ ഒരാളും കൂടി അവിടെ വരാൻ പാടില്ല എന്ന്. അമ്മയുടെ ജീവിതത്തെയും അധ്വാനത്തെയും ഒരു ബുദ്ധിമുട്ടായി ചിത്രീകരിച്ച തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനാണ് മക്കൾ ശ്രമിക്കുന്നത് അല്ലേ? അമ്മയെ ഉപേക്ഷിച്ച് അവരുടെ ആവശ്യം എന്താണ്? ആവശ്യം ആ വീടും സ്ഥലവും വിൽക്കുക. ആ ആവശ്യം നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ആധുനിക ലോകത്തെ മക്കളെക്കുറിച്ച് ഈ കഥ പറയുന്നു. ഇതിനെല്ലാം ഒടുവിൽ തനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമായ മക്കളുമായുള്ള ബന്ധം സ്വയം വിച്ഛേദിക്കുകയായിരുന്നു അമ്മ. ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള അവരുടെ അവസാനത്തെ ശക്തമായ പ്രതികരണമായിരുന്നു ആ വാക്കുകൾ അല്ലേ? എന്താ മക്കളെ? ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള അവരുടെ അവസാനത്തെ ശക്തമായ പ്രതികരണമായിരുന്നു ആ വാക്കുകൾ അല്ലേ? ഒരു സ്ത്രീയെ, ഒരു അമ്മയെ ഉപേക്ഷിക്കുന്ന മക്കളോടുള്ള ഒരു അമ്മയുടെ ധീരമായ വാക്കുകളാണ് അല്ലേ? എൻ്റെ സ്നേഹം വേണ്ട എന്ന് കരുതി അമ്മയെ ഉപേക്ഷിക്കുന്ന മക്കളോട് അമ്മ പറയുകയാണ്, എന്നെ കാണാൻ വൃദ്ധസദനത്തിലേക്ക് ഒരാൾ പോലും വന്നു പോകരുതെന്നല്ലേ? ഒരു അമ്മയെ ഉപേക്ഷിക്കുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന മാനസിക ദുഃഖങ്ങളിൽ ഈ വരികൾ അലയടിക്കുന്നു കാര്യം. അടുത്ത ചോദ്യം. വീടും പറമ്പും ഗോപൻ്റെ ഷെയറാ. അമ്മ അങ്ങനെ ആരെയും പ്രത്യേക ഷെയറിലല്ലല്ലോ. സമകാലിക കേരളത്തിൽ അല്ലേ എന്താണ് മക്കളെ? വീടും പറമ്പും ഗോപൻ്റെ ഷെയറാ, ഇളയമൻ ഗോപൻ്റെ ഷെയറാ. ആ മകള് പറയുന്ന വാക്കാ. അമ്മ അങ്ങനെ ആരെയും പ്രത്യേക ഷെയറിലല്ലല്ലോ. ഇളയ മകള് ആ ഒരു ഏട്ടനോട് പറയുന്ന വാക്കാണ്. ഓക്കെ, സമകാലിക കേരളത്തിൽ, അതായത് ഇന്നത്തെ കേരളത്തിൽ കുടുംബഘടനകളിലും ജീവിത രീതികളിലും വന്നു ചേർന്നിട്ടുള്ള മാറ്റങ്ങളുടെ പ്രതിഫലനമാണ് തിരക്കഥയിൽ ദൃശ്യമാകുന്നത്. പ്രതികരണങ്ങൾ സംഘമായി ചർച്ച ചെയ്ത് അവതരിപ്പിക്കുക. അവതരണത്തിലെ ആശയങ്ങൾ ക്രോഡീകരിച്ച് എന്താണ് മക്കളെ? ഉപന്യാസം തയ്യാറാക്കുക. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്ത്? ഉപന്യാസം തയ്യാറാക്കാനാണ് ചോദ്യം. എന്താണ് വിഷയം എന്ന് പറയുന്നത്? വീടും പറമ്പും ഗോപൻ്റെ ഷെയറാ. അമ്മ അങ്ങനെയും ആരെയും പ്രത്യേക ഷെയറിലല്ല എന്ന് ഇളയ മകൾ ആരോട് പറയുക? ഏട്ടനോട് പറയുക. ഇപ്പോൾ ചോദ്യം ഇതാണ്, കുടുംബ ബന്ധങ്ങളിൽ ജീവിത രീതികളിൽ വന്നു പോയിട്ടുള്ള ഈ മാറ്റങ്ങളെ അല്ലേ, നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങളെ ആവിഷ്കരിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കാൻ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഇന്നത്തെ കാലത്ത് കുടുംബ ബന്ധങ്ങളിൽ വന്ന ആ ഒരു മാറ്റത്തെക്കുറിച്ച് ഉപന്യാസം നിങ്ങൾക്ക് ഈ പാഠഭാഗത്ത് പ്രതീക്ഷിക്കാം. ഇപ്പം എങ്ങനെയാണ് ഉപന്യാസം എഴുതുക? ആദ്യം തലക്കെട്ട് വേണ്ടേ? ഇപ്പം എന്തും തലക്കെട്ട് കൊടുക്കാം. നഷ്ടപ്പെടുന്ന കുടുംബ ബന്ധം അല്ലേ? കുടുംബ ബന്ധം ഒരു തലക്കെട്ട് കൊടുക്കാൻ ഉപന്യാസത്തിന് വേണ്ടടാ. ഇപ്പം നമുക്ക് നഷ്ടപ്പെടുന്ന കുടുംബ ബന്ധം എന്ന് പറയുന്ന തലക്കെട്ട് കൊടുക്കാം. എങ്ങനെ തുടങ്ങാം? സമകാലിക കേരളത്തിൽ, അതായത് ഇന്നത്തെ കേരളത്തിലെ കുടുംബഘടനകളിലും ജീവിത രീതികളിലും വന്നിട്ടുള്ള മാറ്റങ്ങളെ പി പത്മരാജൻ്റെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമയുടെ തിരക്കഥ വ്യക്തമായി പ്രതിഫലിക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങാമല്ലേ? ഇന്നത്തെ കാലത്ത് മക്കൾ അമ്മമാരെ അച്ഛന്മാരെ ഉപേക്ഷിക്കുന്ന ഒരു പ്രവണത കൂടി വരികയാണ്. കുടുംബബന്ധങ്ങളിൽ സ്നേഹമില്ല, ഐക്യമില്ല, വിശ്വാസമില്ല. ഇതൊക്കെ ചൂണ്ടിക്കാട്ടുന്ന ഒരു സിനിമയാണ് ഇത്, പത്മരാജൻ്റെ തിങ്കളാഴ്ച നല്ല ദിവസം.
ഗോപൻ വീടും പറമ്പും വിറ്റ് ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് വാങ്ങിക്കാൻ ശ്രമിക്കുന്നത് നഗരവൽക്കരണത്തിൻ്റെയും സാമ്പത്തിക വളർച്ചയുടെയും ഭാഗമായി ആളുകൾ ഗ്രാമീണ ജീവിതത്തിൽ നിന്ന് നഗരത്തിലേക്ക് മാറുന്ന പ്രവണതയെ സൂചിപ്പിക്കുന്നു അല്ലേ. ഗോപൻ ആ തറവാട് വിറ്റ് നഗരത്തിലേക്ക് പോകുന്നു. ആൾക്കാർക്കിടയിൽ നിന്ന് ഗ്രാമത്തെ വിട്ട് നഗരത്തിലേക്ക് പോകുന്ന ആധുനിക ലോകത്തിൻ്റെ പ്രവണതയെ, നഗരവൽക്കരണത്തെ ഇത് സൂചിപ്പിക്കുന്നു എന്ന് വ്യക്തമാണ്. അതുപോലെ മാതാപിതാക്കളെ മക്കൾ സംരക്ഷിക്കുന്ന പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി അവരെ വൃദ്ധസദനങ്ങളിലേക്ക് മാറ്റുന്ന പ്രവണതയും ഇവിടെ കാണാം അല്ലേ. മക്കൾക്ക് മാതാപിതാക്കൾ ശല്യമാകുമ്പോൾ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് പറഞ്ഞു വിടുന്നു. ആ പ്രവണതയും ഇവിടെ എന്താണ്, പ്രകടമാണ്. ശരണാലയം എന്ന വൃദ്ധസദനത്തെക്കുറിച്ച് വാചാലയാകുന്നത് ആര്? ബിന്ദു. ബിന്ദു എന്ന് പറയുന്ന മകളെ ശരണാലയം എന്ന് പറഞ്ഞാൽ എന്താണ്? വൃദ്ധസദനം. ബിന്ദു ശരണാലയം എന്ന വൃദ്ധസദനത്തെക്കുറിച്ച് വാചാലിയാകുന്നത് മുതിർന്ന പൗരന്മാരെ ഒരു ഭാരമായി കാണുന്ന പുതിയ തലമുറയുടെ ചിന്താഗതിയാണ് പ്രതിഫലിക്കുന്നത്. പുതിയ തലമുറയ്ക്ക് എന്താണ്, മക്കൾക്ക് എന്താണ്, മാതാപിതാക്കൾ ഒരു ശല്യമായി മാറുന്നു. അമ്മ മക്കളുടെ കൂടെ ഒന്നും നിൽക്കാൻ താല്പര്യം കാണിക്കാത്തത് കൊണ്ട് കുറേ കൂടെ നോക്കാനും കാണാനുമൊക്കെ ആളും സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നു എന്ന് ഗോപൻ പറയുമ്പോൾ അത് മാതാപിതാക്കളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ തങ്ങളുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കുന്ന മക്കളുടെ മനോഭാവത്തെയാണ് കാണിക്കുന്നത്. മക്കളുടെ മനോഭാവമല്ലേ. അമ്മയെ സ്നേഹിക്കാൻ ആർക്കും സമയമില്ല. ഈ കഥ നോക്കേ, തന്നെ പെറ്റുപോറ്റി അമ്മയെ സ്നേഹിക്കാൻ ആ മകൾക്കോ മകനോ സമയമില്ല. അതുകൊണ്ട് അമ്മയെ വൃദ്ധസദനം, ശരണാലയത്തിലേക്ക് പറഞ്ഞു വിടുന്നു. ആധുനിക കാലത്തെ മക്കളുടെ ഒരു സ്വഭാവം ഇവിടെ പ്രകടമാണ്. എല്ലാവരും ഇല്ല, എൻ്റെ മുത്തുമണികളൊന്നും ഇല്ല കേട്ടോ, പക്ഷെ ചില മക്കളുണ്ട്. അമ്മമാരെയും അച്ഛന്മാരെയും വയസ്സായാൽ എന്താക്കും അറിയോ, വൃദ്ധസദനങ്ങളിൽ പറഞ്ഞു വിടും. അവർക്ക് വേണ്ടി, അവർക്കുള്ള ചോദ്യമാണ് ഈ സിനിമ, ഈ തിരക്കഥ, ഈ ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, അമ്മയുടെ പ്രതികരണം ഈ മാറ്റങ്ങളോടുള്ള ഒരു ചെറുത്തുനിൽപ്പാണ്. താൻ സ്നേഹിക്കുന്ന വീടും വളർത്തുമൃഗങ്ങളും ഉപേക്ഷിച്ച് പോകാൻ അവർക്ക് താല്പര്യമില്ല. ഒടുവിൽ നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത് എന്ന് പറയുന്നു അല്ലേ. മക്കൾ അമ്മയെ ഉപേക്ഷിക്കുമ്പോൾ അമ്മ പറയുകയാണ്, ഇനി എന്നെ കാണാൻ നിങ്ങൾ വരാൻ പാടില്ല. അതൊരു ചോദ്യമാണ്. ഇന്നത്തെ കാലത്ത് മക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്ന അമ്മമാർ മക്കളോട് ചോദിക്കുന്ന ചോദ്യം, എന്നെ കാണാൻ ഇനി നീ വരാൻ പാടില്ല എന്ന് അമ്മ പറയുമ്പോൾ അത് തിരസ്കരിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ആത്മാഭിമാനത്തെയും മക്കൾക്ക് ഭാരമാകാതിരിക്കാനുള്ള തീരുമാനത്തെയുമാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. തന്നെ മക്കൾക്ക് വേണ്ട എന്നറിയുമ്പോൾ അമ്മയുടെ മനസ്സിൽ തോന്നുന്ന വിഷമത്തിൽ വന്ന വാക്കുകളാണ്. എല്ലാ അമ്മമാരും ഇങ്ങനെയായിരിക്കും അല്ലേ, മക്കളോട് കാണാൻ വരണ്ട എന്ന് പറയും. എപ്പോൾ? വൃദ്ധസദനങ്ങളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ. അപ്പം മുത്തുമണികളെ, നിങ്ങൾ എന്തു വേണം? ഒരു ജോലി കിട്ടിയാൽ, സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് പോയാൽ, നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകുമ്പോൾ, നിങ്ങൾ ഭാര്യയും ഭർത്താവുമായി സുഖമായി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ മറന്നു പോകാൻ പാടില്ല നിങ്ങൾക്ക് ജീവനും ജീവിതവും തന്ന നിങ്ങളുടെ മാതാപിതാക്കളെ അല്ലേ. മാതാപിതാക്കൾക്കിടയിലാണിടാ സ്വർഗം എന്ന് പറയുന്നത്. ആ സ്വർഗത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ആ സ്വർഗത്തെ നിങ്ങൾ വൃദ്ധസദനത്തിലേക്ക് പറഞ്ഞു വിടാനായി പാടില്ല എന്നുകൂടി എൻ്റെ മക്കൾ ഈ പാഠം പഠിക്കുമ്പോൾ ഓർക്കണം. മക്കൾക്ക് ഭാരമാകാതിരിക്കാനുള്ള തീരുമാനത്തെയുമാണ് ഇവ സൂചിപ്പിക്കുന്നത്. മനുഷ്യബന്ധങ്ങളെക്കാൾ ഭൗതികമായ നേട്ടങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹത്തിൻ്റെ നേർചിത്രമാണ് ഈ തിരക്കഥ. കുടുംബ ബന്ധങ്ങളിലെ ഊഷ്മളത നഷ്ടപ്പെട്ട് വ്യക്തിപരമായ ലാഭങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി ബന്ധങ്ങളെ മാറ്റിവെക്കുന്ന സമകാലിക കേരളത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ഇത് തുറന്നു കാട്ടുന്നു. പിന്നെയോ എന്താണ് പറയുന്നത്? സമകാലിക ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാട്ടുന്നു. അപ്പോൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഉപന്യാസം ചോദിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ് മക്കളെ. അടുത്തൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം ഈ പാഠഭാഗത്ത് നിന്ന് ഓണപരീക്ഷയ്ക്ക്. എന്താണ്? തിരക്കഥയിലെ കരുത്തുറ്റ കഥാപാത്രമാണ് ആര് മക്കളെ? അമ്മ അല്ലേ. കരുത്തുറ്റ കഥാപാത്രമാണ് അമ്മ. കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വം, സ്വഭാവം, മനോനില, നിലപാട്, കഥയിലെ സ്ഥാനം, മറ്റു കഥാപാത്രങ്ങളോടുള്ള ഇടപെടൽ എന്നിവ ഉൾക്കൊണ്ട് കഥാപാത്ര നിരൂപണം അല്ലേ. കഥാപാത്ര നിരൂപണം ഒരു ചോദ്യമായി വരാം. കഥാപാത്ര നിരൂപണം ആരെയാ മക്കളെ കഥാപാത്രം ചെയ്യണ്ടേ? അമ്മയല്ലേ. അമ്മ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യാൻ ചോദ്യം പ്രതീക്ഷിക്കുക. അപ്പോൾ എങ്ങനെ എഴുതണം? അവസാനത്തെ അധ്യായത്തിൽ, ഏതാണ് അവസാനത്തെ അധ്യായം? നമ്മുടെ തിരക്കഥയിലെ അവസാന അധ്യായമാണ് പഠിക്കാനുള്ളത്. അമ്മയുടെ നിലപാട് അതീവ ദൃഢവും വേദന നിറഞ്ഞതുമാണ്. വീട് വിട്ടു പോകുമ്പോൾ അവർ കരയുന്നില്ല. അമ്മ കരയുന്നുണ്ടോ? ഇല്ല. അമ്മക്കൊരു തരം ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമമാണ്,
സ്നേഹിച്ചു വളർത്തിയ മക്കൾ ഒറ്റപ്പെടുത്തിയതിൽ, പറഞ്ഞയക്കുന്നതിൽ ഒരു വിഷമം. ആ വിഷമത്തിൽ അമ്മ കരയുന്നില്ല, മനസ്സ് കട്ടിയായി മക്കളെ നോക്കി സ്തംഭിച്ചു നിൽക്കുകയാണ്, എന്തു പറയണമെന്ന് പോലും അറിയാതെ. പകരം മുഖത്ത് മനഃപൂർവ്വം കയറ്റി നിർത്തിയ ഒരു തരം പ്രത്യേക പ്രസന്നതയുണ്ട് അല്ലേ. കരയാതെ അമ്മ പിടിച്ചു നിൽക്കുന്നു. കാരണം എന്താണ്, മക്കൾക്ക് തന്നെ വേണ്ടല്ലോ, അപ്പോൾ എനിക്ക് മക്കളെ വേണ്ട എന്നൊരു വിശ്വാസം അമ്മയുടെ മുഖത്ത് കടന്നു വരുന്നു. എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് ആരും അങ്ങോട്ട് വരരുത് അല്ലേ, എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് ആരും അങ്ങോട്ട് വരരുത് എന്ന അമ്മയുടെ കടുത്ത നിലപാട് മക്കളുടെ പ്രവർത്തികൾ ഏൽപ്പിച്ച ആഴത്തിലുള്ള മുറിവിൽ നിന്ന് ഉടലെടുത്തതാണ്. ആർക്കും ഭാരമാവില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് സ്വയം ഒറ്റപ്പെടാൻ അവർ തീരുമാനിക്കുകയാണ്. കഥയിൽ അമ്മയെ ചുറ്റിപ്പറ്റിയാണ് കഥാപാത്രങ്ങൾക്കിടയിലെ സംഘർഷങ്ങളും സംഭാഷണങ്ങളും രൂപപ്പെടുന്നത്. മക്കളോടുള്ള അവരുടെ ഇടപെടലുകൾ സ്നേഹവും ആശങ്കയും നിസ്സഹായതയും കലർന്നതാണ്. ബിന്ദുവിൻ്റെയും ഗോപൻ്റെയും തീരുമാനങ്ങളെ അവർ നേരിട്ട് ചോദ്യം ചെയ്യുന്നില്ലെങ്കിലും അമ്മ വാക്കുകളിലൂടെയും നിശബ്ദതയിലൂടെയും പ്രതിഷേധം പ്രകടിപ്പിക്കുന്നു അല്ലേ. അവസാനം അമ്മ വാക്കുകളിലൂടെ നിശബ്ദതയിലൂടെയാണ് തൻ്റെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത്. തീർന്നില്ല. നാരായണൻകുട്ടിയോടുള്ള സംഭാഷണത്തിൽ അവരുടെ വേദനയും ഒറ്റപ്പെടലും പ്രകടമാണ്. പേരക്കുട്ടിയായ ഋതുവിനോട് അവർക്ക് പ്രത്യേക വാത്സല്യവുമുണ്ട്. എന്നാൽ ആ സ്നേഹബന്ധം പോലും ത്യജിക്കാൻ അവർ നിർബന്ധിതയാവുന്നു. ചുരുക്കത്തിൽ അമ്മ തിരക്കഥയിലെ നിസ്സഹായതയും എന്നാൽ ആത്മാഭിമാനിയുമായ ഒരു സ്ത്രീയുടെ പ്രതീകമായി വരുന്നു അല്ലേ. അപ്പം അമ്മ കഥയിൽ ഒരു സ്ത്രീയുടെ ആത്മാഭിമാനമുള്ള ഒരു കഥാപാത്രമായി കൂടി കടന്നു വരുന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത് മക്കളെ. ഓക്കെ, അടുത്തൊരു ചോദ്യം എന്തായിരിക്കും അറിയോ? വയോജക ദിനത്തിൻ്റെ ഭാഗമായി ഒരു പ്രഭാഷണം തയ്യാറാക്കാൻ അല്ലേ, ഒരു പ്രഭാഷണം തയ്യാറാക്കാൻ ചോദ്യം വരും. എന്താണ് മക്കളെ പ്രഭാഷണം അല്ലേ? നമ്മൾ നരേന്ദ്രമോദി പറയുന്നില്ലേ, മേരാ ദേശവാസിയോം ആദുദിന്മേം എന്ന് പറയുന്ന തുടങ്ങുന്ന സംഭവമില്ലടാ, പ്രഭാഷണം. ഒരു പ്രഭാഷണം ചോദിക്കാം. എന്താണ് വിഷയം? വയോജക ദിനത്തിൻ്റെ ഭാഗമായി അല്ലേ, വയസ്സായവർക്കുള്ള ദിനമാണ് എന്ത്, വയോജക ദിനം. അപ്പോൾ വയോജക ദിനത്തിൻ്റെ ഭാഗമായി വൃദ്ധസന്തതി, അതായത് വൃദ്ധന്മാരെ അല്ലെങ്കിൽ എന്താണ് വൃദ്ധ മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രഭാഷണം ചോദിക്കാൻ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ എഴുതണം പ്രഭാഷണം. ആദ്യം തുടക്കം വേണ്ട മക്കളെ. ആദരണീയരായ അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹപൂർവ്വം നമസ്കാരം അല്ലേ. ഇപ്പം മാന്യ സദസ്സിന് നമസ്കാരം, അങ്ങനെയായാലും തുടങ്ങിയാലും മതി. ഒരു തുടക്കം വേണം. പിന്നെന്ത് വേണം? ശ്രദ്ധിക്കുക, കാണുന്നില്ല മക്കളെ? യെസ്, ഇന്ന് ഒക്ടോബർ 1 വയോജക ദിനം. ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജക ദിനം ആചരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഒന്നിച്ചു കൂടുന്നത്. അങ്ങനെ തുടങ്ങാം. ഈ ദിവസം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന, നമ്മെ വളർത്തി വലുതാക്കിയവരും അനുഭവ സമ്പത്തിൽ സമ്പന്നരുമായ മുതിർന്നവരെ, പൗരന്മാരെ ആദരിക്കാനാണ്. വയോജകരെന്നാൽ ചിലർക്ക് ശാരീരികമായി ക്ഷീണിച്ചവരെ മാത്രമായി തോന്നാമെങ്കിലും അവർ നമ്മുടെ സമൂഹത്തിൻ്റെ പരിണിതത്തെയും മാർഗദർശകരുമാണ് അല്ലേ. അങ്ങനെ തുടങ്ങണം. നമ്മുടെ വയോജകർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാരം വയസ്സായ ആൾക്കാർ മാത്രമാണെന്നാണ്. പക്ഷെ ഒരുപാട് അനുഭവ സമ്പത്തുള്ളവരാണ്, ജീവിതാനുഭവമുള്ളവരാണ്. അവരെ നമ്മൾ ബഹുമാനിക്കണമെന്ന് നിങ്ങൾ പ്രഭാഷണത്തിൽ എഴുതണം. അവരുടെ ജീവിതാനുഭവം, സഹിഷ്ണുത, കരുണ എല്ലാം നമ്മൾ പഠിക്കേണ്ടതും അനുഗമിക്കേണ്ടതുമായ വലിയ പാഠങ്ങളാണല്ലേ. അവരുടെ സഹിഷ്ണുത, കരുണ, അവരുടെ ജീവിതാനുഭവങ്ങൾ നമ്മൾ പഠിക്കേണ്ട പാഠമാണെന്ന് കൂടി നിങ്ങൾ പ്രഭാഷണത്തിൽ എഴുതുന്ന മക്കളെ. വൃദ്ധർ കുടുംബത്തിൻ്റെ ആധാരസ്തംഭങ്ങളാണ്. അവർ ഒറ്റപ്പെടേണ്ടവരല്ല, അവഗണിക്കപ്പെടേണ്ടവരുമല്ല. ഇന്ന് പല സമൂഹങ്ങളിലും കാണുന്ന ഒരു കാഴ്ചയാണ് സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ വിടുന്നതല്ലേ. സമൂഹത്തിൽ കാണുന്ന ഒരു കാഴ്ചയാണ് മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് പറഞ്ഞു വിടുന്നത്. അതൊരിക്കലും പാടില്ലെന്ന് കൂടി നിങ്ങൾ പ്രഭാഷണത്തിൽ എഴുതണം കേട്ടോ. ഈ പ്രവണത ഒരു സാമൂഹിക നിരാശയാണ്. കാരണം സമൂഹത്തിൻ്റെ മൊത്തം നിരാശയാണ് മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് പറഞ്ഞു വിടുന്നത്. ഇനി വൃദ്ധർക്കായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് കൂടി നിങ്ങൾ പ്രഭാഷണത്തിൽ പറയണം. അവർക്കൊപ്പം സമയം ചെലവഴിക്കുക, അവരെ ബഹുമാനിക്കുക, ആരോഗ്യപരമായ ആവശ്യങ്ങൾക്കായി ഒരു പിന്തുണ നൽകാൻ നമ്മൾ ശ്രമിക്കണം. തീർന്നില്ല. വയസ്സായെങ്കിലും അവർക്കിനിയും ചെയ്യാനുള്ളതുണ്ട്. അവരുടെ അനുഭവ സമ്പത്ത് നമ്മൾ പ്രയോജനപ്പെടുത്തി പുതിയ തലമുറയ്ക്ക് ആ വിജ്ഞാനം കൈമാറാൻ അവസരം ഒരുക്കണം. ഒരുപാട് കഷ്ടപ്പാടുകൾ, യാതനകൾ, വേദനകൾ, അവസ്ഥകൾ അനുഭവിച്ച ആ വൃദ്ധരെ നമ്മൾ അവഗണിക്കരുത്. അവരുടെ അനുഭവങ്ങൾ അല്ലേ, പണ്ടൊക്കെ ആൾക്കാർക്ക് ജീവിക്കാൻ കഷ്ടപ്പാടാണ്. ഇന്നൊക്കെ കഴിക്കാൻ ബർഗർ, സമൂസ, പിസ്സ, ബിരിയാണി, മന്തിയൊക്കെ ഉണ്ടോ? ഇല്ല. പണ്ട് കപ്പ, ചമ്മന്തി, കഞ്ഞിയൊക്കെയാണ്. അതൊക്കെ കഴിച്ച് മക്കളെ സഹിച്ച് പോറ്റി വളർത്തിയ ഈ മാതാപിതാക്കളുടെ, വയസ്സായ മാതാപിതാക്കളുടെ ആ ജീവിത അനുഭവങ്ങളൊക്കെ നിങ്ങൾ ഈ പ്രഭാഷണത്തിൽ ഉൾക്കൊള്ളിക്കണം കേട്ടോ മക്കളെ. പിന്നെന്താണ്, നമ്മുടെ ജീവിതത്തിലെ ആദ്യ ചിരി മുതൽ ഓരോ വിജയം
മുഹൂർത്തത്തിലും നമ്മെ പിന്തുണച്ച പ്രചോദിപ്പിച്ച നമ്മുടെ മാതാപിതാക്കൾക്കും അച്ഛന്മാർക്കും അമ്മമാർക്കും വലിയ നന്ദിയും ആദരവുമാണ് ഈ ദിനം നൽകേണ്ടതെന്ന് കൂടി നിങ്ങൾ പറയണം. നമുക്ക് അവരോടുള്ള സ്നേഹം മാത്രമല്ല ഉത്തരവാദിത്തവും ബോധവുമൊപ്പമുള്ള വാത്സല്യവും കാണിക്കാമെന്ന് കൂടി നിങ്ങൾ പറയണം. അവസാനം മുതിർന്നവരെ ആദരിക്കുക, നാളെ നിങ്ങൾക്കും അതേ സ്ഥിതി വരുമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നൽകി നന്ദി നമസ്കാരം ജയിക്കുന്നത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഭാഷണം അവസാനിപ്പിക്കാനായി സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറയുന്ന പത്മരാജൻ സാറിൻ്റെ മനോഹരമായ അർത്ഥപൂർണമായ ഇന്നത്തെ സമൂഹത്തിൽ മക്കൾ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് പറഞ്ഞു വിടുന്ന ആ പ്രവണതയെ ചോദ്യം ചെയ്യുന്ന ആ സിനിമയുടെ ഓണപ്പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. അപ്പോൾ നന്നായി പാഠം വായിക്കുക, ഒരുപാട് ചോദ്യങ്ങളൊന്ന് പഠിക്കുക, ഈ ചോദ്യങ്ങൾ നന്നായി ഒന്ന് പഠിക്കുക, നിങ്ങൾ എക്സാമിന് പോവുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് മുത്തുമണികളെ. ഇപ്പോൾ കാണാം. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.